Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Okay, good afternoon. Yeah. Start. We are gathering together unto Him. We are gathering together unto Him. Unto Him shall the gathering of the people be. We are gathering together unto Him. We are singing together unto Him. We are singing together unto Him. Unto Him shall the gathering of the people be. We are singing together unto Him. We are praying together unto Him. We are praying together unto Him. Unto Him shall the gathering of the people be. We are praying together unto Him. We are praying together unto Him. Today thought is, education, your degree is just a piece of paper. Your real education is seen in your behavior. വിദ്യാഭ്യാസം നിങ്ങളുടെ ബിരുദം വെറുമൊരു കടലാസ് കഷ്ണം മാത്രമാണ്. നിങ്ങളുടെ യഥാർത്ഥ വിദ്യാഭ്യാസം നിങ്ങളുടെ പെരുമാറ്റത്തിലാണ് കാണപ്പെടുന്നത്. APJ അബ്ദുൽ കലാം. കണ്ണേ കൺമണി മുത്തേ മുന്തിരിവാവേ, നിന്നെ നെഞ്ചിലുറക്കാം പൗർണമി വാവേ, വെയിൽ നാളമേൽക്കാതെ മഴ നൂലു കൊള്ളാതെ തിരിനാളമായി തഴുകാവൂ ഞാൻ. കണ്ണേ കൺമണി മുത്തേ മുന്തിരിവാവേ, നിന്നെ നെഞ്ചിലുറക്കാം പൗർണമി വാവേ. താങ്ക് യു മാം. Okay. Yeah. Maybe I'll go for the active one, maybe. Yeah. ഇന്ന് ഞാൻ വെറുതെ പറയത്തില്ലേ. ഓക്കെ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷ സുഖങ്ങളാ? സുഖാണ് അല്ലെ? എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചോ? ലഞ്ച് കഴിച്ചു, ആക്റ്റീവാണ്, പണിയാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ് അല്ലെ? അതിന് മുന്നേ ഒരു കാര്യം ചെയ്യപ്പെട്ടു, ഞാൻ ജേസിനെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞിരുന്നോ? ഞാൻ ചെറുതായിട്ട് സൂചന കൊടുത്തായിരുന്നു, പറഞ്ഞു. എല്ലാരും പിക്സ് ഒക്കെ കണ്ടു, എല്ലാവർക്കും ഭയങ്കര സർപ്രൈസ് ആയി. കണ്ടായിരുന്നു. എന്തൊക്കെയോ പിക്സ് ഒക്കെ എടുത്തിട്ട് ഓടിയുണ്ട് ജേസി. നല്ലതാണോ ഇല്ലെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടേ ഇല്ല. നല്ലതായിരുന്നു, നല്ല ഭംഗി ഉണ്ടായിരുന്നു. എല്ലാരും ജയശ്രീ ചേച്ചിക്ക് ആദ്യമേ കാണാൻ പറ്റിയതിൽ ഞങ്ങൾക്ക് വളരെ അസൂയുണ്ട്. എല്ലാവർക്കും പ്രാക്ടിക്കലിനും ഇതിന് വരുമ്പോ കാണാൻ പറ്റും. എന്തായാലും പ്രാക്ടിക്കൽ സെക്ഷൻ മാം ഉണ്ടായിരിക്കുമോ? കാണാൻ പറ്റൂല. പ്രാക്ടിക്കൽസിന് മിസ് ഉണ്ടാവൂല. ഞങ്ങൾ അഡ്വാൻസ് പറയാം എന്നാണ്. ഞാൻ പ്രാക്ടിക്കൽ കംപ്ലീറ്റ് പറ്റൂല കേട്ടോ, ഞാൻ ഉണ്ടാവില്ല. കാണണമെങ്കിൽ കോൺവെക്കേഷൻ അയക്കണം, കാണാൻ പറ്റും. വെക്കേഷൻ ജയശ്രീ വന്നപ്പോ ഞങ്ങള് സർപ്രൈസ് ആയി. ഞാൻ ഞെട്ടിപ്പോയിട്ടോ. ഞാൻ ക്ലാസ്സിലായിരുന്നേ, അതിനെ മിസ് വന്ന് വിളിക്കുക ചെയ്തേ. ഒരാള് വന്നിട്ട് പറഞ്ഞു, നോക്കിയപ്പോ ജയശ്രീയാണ്. ജയശ്രീ പായസവും മാങ്ങിക്കേട്ടാ വന്നേ. പക്ഷെ ആരെങ്കിലും അത് എൻജോയ് ചെയ്ത് കഴിക്കാനൊന്നും പറ്റില്ല. ഞാനാണെങ്കിൽ കഴിച്ചു, വേഗം പോന്നു.
നേരത്തെ പ്ലാൻ ചെയ്തോണ്ടാണ് അതിലൊതുക്ക്. അല്ല, നേരത്തെ പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും കൂടി വിഭവങ്ങൾ ഉണ്ടായാൽ. വിഭവത്തിന്റെ അല്ല, നമുക്കത് എൻജോയ് ചെയ്താനുള്ള ടൈം ഉണ്ടായില്ല. ഞാൻ ജസ്റ്റോട് പറഞ്ഞൂല, പായസം നന്നായിരുന്നു കേട്ടോ. ഞാനത് പറയാനേ പേരുണ്ടായില്ല, ഞാൻ ധൃതിക്ക് പോവാ ചെയ്തേ. എന്തായിരുന്നു പ്രതീക്ഷിച്ചില്ല, ഞാൻ കാര്യമൊന്നും പ്രതീക്ഷിച്ചില്ല. പക്ഷെ കണ്ടതിൽ സന്തോഷം, സംസാരിച്ച സന്തോഷം. ഞാനും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തില് മിസ് പറഞ്ഞ ഓർമ്മയിലാണ് വന്നത്. അമ്പലം വരെ പോയി, അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. അപ്പൊ മിസ് പറഞ്ഞ മീനാക്ഷി കഫ ഓഡിയോ ഞാൻ വേറെ തന്നെ എന്റെ സേവ് ചെയ്തിട്ടുണ്ട്, ഫോർവേഡ് ചെയ്തിട്ട്. അപ്പൊ എനിക്ക് എന്നെ വേഗം നോക്കാലോ. അപ്പൊ മീനാക്ഷി കഫയുടെ ഓപ്പോസിറ്റ് ആണ്, പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല എന്നും പറഞ്ഞു. അതേപോലെ തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പുറത്തെ കടയിലെ ചേട്ടന്റെ സഹായം വേണ്ടി വന്നു. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നുണ്ട്. ലൊക്കേഷൻ പറഞ്ഞ ഞാനായിരുന്നോ? ഓ ലൊക്കേഷൻ പറഞ്ഞ ഞാൻ തന്നെയായിരുന്നോ? എല്ലാരെയും കാണണം തന്നെ മിസ്. അല്ല, അമ്പലത്തിനടുത്താണ്, മീനാക്ഷി കവയുടെ ഓപ്പോസിറ്റ് ആണെന്നൊക്കെ ഞാനാണോ പറഞ്ഞത്? അല്ല മിസ്, ആതിര മിസ് എന്നോട് പാലിയ അമ്പലത്തിലെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാലിയ എല്ലാരും കൂടെ ഉത്സവത്തിന് പോയിരുന്നല്ലോ. അപ്പം അത് ഇങ്ങനെ എപ്പോഴാണ് അത് അന്നത്തെ ദിവസം വന്നു എന്ന് പറഞ്ഞില്ലായിരുന്നു. പാലിയ അമ്പലം ഞാൻ ആദ്യമായിട്ട് കാണും. നമ്മുടെ റിലേറ്റീവ്സിന്റെ ഒരു അമ്പലമാണത് ശരിക്കും. അപ്പൊ നമ്മുടെ മാമിയൊക്കെ കളിച്ചു വളർന്ന സ്ഥലമാന്ന് പറഞ്ഞപ്പോ ഞാൻ മാത്രം കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ എനിക്കൊരു വിഷമം, പാലി എന്തായാലും കാണണം. ഇവിടെ ജയേന്ദ്രനൊക്കെ വന്ന് അവരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള പരിപാടി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനൊന്നും പോകാൻ പറ്റിയില്ല. പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, ആദിരാംസിനെ പോലെ തന്നെ. അപ്പൊ എന്തായാലും അങ്ങോട്ടൊന്ന് പോവാം അങ്ങനെ വിചാരിച്ച് ഇറങ്ങിയതാ. അപ്പൊ കറക്റ്റ് ആയി, കണ്ടുപിടിച്ചു, സന്തോഷായി. എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞില്ലല്ലോ. എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷമായിരുന്നു മിസ്. എന്തിന്റെ ഇന്റേൺഷിപ്പിന്റെ ആണോ? ഇവിടെ വന്ന ടീച്ചേഴ്സിനൊക്കെ മീറ്റ് ചെയ്തപ്പോ തോന്നിയതാ. അയ്യോ, അതൊക്കെ ഞാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷമായി. എല്ലാ ടീച്ചേഴ്സും ഇപ്പൊ ഇതില് കാണുന്നതിന് പോലെ എല്ലാം പാവമാണ്, സുന്ദരികളാണ് എല്ലാരും. അതൊക്കെ പറഞ്ഞു. മാഡം ഇവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭയങ്കര സന്തോഷമായി. എല്ലാവരും പറഞ്ഞിട്ടുണ്ട്, ഓഡിയോയില് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭയങ്കര സർപ്രൈസ് ആയി മിസ്. അതേപോലെ തന്നെ മറ്റ് മിസ്സുമാരും നമ്മളോട് നല്ല ഇതിലാണ് ബിഹേവ് ചെയ്തത്. എല്ലാ ടീച്ചേഴ്സും ഓടി വന്നു. എന്താണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലും അതേപോലെ ഇതിലൊക്കെ എടുക്കുന്ന ടീച്ചേഴ്സ് എല്ലാരും നല്ല കമ്പനിയാണ്. ആ ഒരു സന്തോഷം കാണുമ്പോ തന്നെ നമുക്ക് അറിയാം. ഇനിയിപ്പോ നേരത്തെ തീരുമാനിക്കും വരുമ്പോ എന്തെങ്കിലുമൊക്കെ. ഇനിയിപ്പോ ഞങ്ങളുടെ പിറന്നാളൊക്കെ വന്നോണ്ടിരിക്കുക. ഓക്കെ, ഇനി എന്തായാലും ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഇത് എന്നാലും കരുതിയെന്നേ ഉള്ളൂ. പായസം എന്തായാലും നന്നായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ടീച്ചേഴ്സിന് കൊടുക്കണം, അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു. കണ്ടുപിടിച്ച എന്തായാലും കൊടുക്കണം, അങ്ങനെ പറഞ്ഞിട്ട് തന്നെ വെച്ചതാണ്. അറിയില്ലല്ലോ, ആദ്യമായിട്ട് ഏതാണ്ട് ചോദിച്ചാണ് പോയി അവിടെ എത്തിയത്. അതെ, പൊതുവെ ആ ടൈമില് ടീച്ചേഴ്സ് ആരും ഉണ്ടാവാറില്ല, എല്ലാരും ക്ലാസ്സിലായിരിക്കും. ഭയങ്കര സന്തോഷം. കാരണം പ്രണാമിസ് ഓടി വന്നു. അതേപോലെ തന്നെ അശ്വതി മിസ്, ആതിര മിസ്സിനെയാണ് തോന്നുന്നു ആദ്യം കണ്ടത്. ഓർമ്മ കിട്ടില്ല, അപ്പോഴത്തെ ആ ഒരു ബ്ലാങ്ക് ആയി പോയി. എല്ലാരും വന്നപ്പോ ആരാണ് ആദ്യം കണ്ടതെന്നൊക്കെ മറന്നുപോയി. പിന്നെ മറ്റു ടീച്ചേഴ്സ് ഓടി വന്നു. അപ്പൊ അത് നല്ല ഒരു പ്രത്യേക മൊമെന്റ് ആണ്, എല്ലാരും ആദ്യമായിട്ട് കാണുന്നതേ. എന്നെന്തോ തട്ടിയേ, ഞാൻ എന്താണോ അത്രയും മറിച്ചിട്ടായിട്ടാണെങ്കിലും അങ്ങനെ തട്ടുന്നത്. അത് ഞാൻ സ്റ്റുഡൻസിനോട് പറഞ്ഞു, വരാന്ന് പറഞ്ഞിട്ട് വേഗം പോന്നു. ഞാൻ പറഞ്ഞിട്ട് പോലും ഉണ്ടായില്ല. അശ്വതീമിസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അല്ല, ടീച്ചേഴ്സിന് ആരും അറിയില്ല, അഭിരാമിസിന് പോലും അറിയില്ല. ഇങ്ങനെ സ്ഥലം ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് എവിടെയാണെന്നൊക്കെ ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞല്ലാണ്ട് വരുന്നൊന്നും അറിയില്ല മിസ്. ആദിരാമിസിന് ആർക്കും അറിയില്ല. ഞാനപ്പോ ചോദിച്ചപ്പോ കണ്ടുപിടിച്ചു. എന്നാ ഒന്ന് കേറിയിട്ട് പോവാം, ഇനിയിപ്പോ സാധനങ്ങളായിട്ട് പോയാൽ നാണം കേടുവോ ഇതന്നെയാണ് സംശയിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്, ടീച്ചേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ്. എന്തായാലും സ്മാർട്ട് എഡ്യൂക്കേഷൻസ് അപ്പൊ ഇത് തന്നെ ആയിരിക്കും. എന്തായാലും കേറി നോക്കാം. പക്ഷെ ഭയങ്കര അതിശയത, ചെറിയ മുറിയില് എല്ലാരും ക്ലാസ് എടുക്കുന്നത് ഭയങ്കര അതിശയായിരുന്നു. അപ്പൊ മിസ് കാണിച്ചു തന്നു, ഈ ഒരു മുറിയിലാണ് ഞങ്ങള് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോ ഭയങ്കര അതിശയായി ക്ലാസ് എടുക്കുന്നത്. സമ്മതിക്കണം മിസ്. എല്ലാവരും കൂടെ എൻജോയ്മെന്റ് അത് വന്നപ്പോ മനസ്സിലാക്കണം. കാരണം ഞങ്ങൾ ഇങ്ങനെയല്ല കേട്ടോ, ക്ലാസ്സിൽ സംസാരിക്കുന്ന വേറെ രീതിയാണ്, നേരത്തെ കാണുന്ന വേറെ ടോപ്പാണ്. ടീച്ചർക്ക് തോന്നിയാവോ?
എനിക്ക് എന്നാലും ഇതാണ് മിസ്, ഇത് നല്ല രീതിയിൽ തന്നെ ഒന്നും ഇതായിട്ട് എത്തി വരില്ല. ക്ലാസ്സിൽ സ്ട്രിക്റ്റ് ആണ്, ശരിയാണ്, സമ്മതിച്ചു. ക്ലാസ്സില് എല്ലാരും കാണുന്നതാണല്ലോ, അതിൻ്റെതായ ഒരു ഇതൊക്കെ നമുക്ക് വേണമല്ലോ. വേണം വേണം വേണം. അതെ, അത് നല്ല സ്നേഹമായിരുന്നു, നല്ല സപ്പോർട്ടായിരുന്നു. എന്തായാലും ഒന്നിപ്പോ എന്തൊക്കെ പറഞ്ഞു ജയശ്രീ, കുറെ തള്ളി വിട്ടോ, കുറെ കൂട്ടിപ്പുറത്തൊക്കെ പറഞ്ഞു വിട്ടോ. ചോദിച്ചു നോക്കും മിസ്, ഞാൻ ആരെ പറ്റി എന്തെങ്കിലും നെഗറ്റീവായിട്ട് പറഞ്ഞു സത്യസന്ധമായിട്ട് പറയൂ എല്ലാരും. പറഞ്ഞ് അല്ലെ, എത്ര നേരം ഉണ്ടായിരുന്നു എക്സ്പ്ലനേഷൻ, ആ എക്സൈറ്റ്മെന്റും എല്ലാരും എല്ലാരും. എന്നാലും ആരും പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ, ഫ്രണ്ട്സ് ആരും അടുത്താണെന്നല്ലാതെ ഞാനിങ്ങനെ അടുത്ത് കണ്ടുപിടിക്കും എന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും അത് സർപ്രൈസ് ആയിരുന്നു. ഇത് എങ്ങനെ സംഭവിച്ചു? കാരണം 3 മിസ്സുമാരും ഉണ്ട്, 2 മിസ്സുമാരെ മാത്രമേ നമുക്ക് മിസ്സായിട്ടുള്ളൂ. എന്തായാലും മോളെ പറഞ്ഞു. ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴേ സർപ്രൈസ് ആയി ഞങ്ങൾക്ക് എല്ലാവർക്കും. അവർക്കും വിഷമായി, കാരണം അവർക്കും കാണണം ആഗ്രഹിച്ചിരിക്കുമല്ലേ. മിസ്, നമ്മള് ജൂൺ ജൂലൈ തൊട്ടുള്ള ജേണിയാണ്. അപ്പൊ മിസ്സുമാരെയാണ് കൂടുതലും നമ്മള് വീട്ടിലുള്ളതിനേക്കാൾ എക്സ്പീരിയൻസ് ഇപ്പൊ കൂടുതലും ഇതിലാണ്. ഇന്റേൺഷിപ്പിന് പോയപ്പോ മാത്രം ശരിക്കും മിസ്സായേ. അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ മിസ്സുമാരെ കാണുന്നത്. ആ ഒരു ഇതെന്ന് പറയുമ്പോ ഒന്ന് വേറെ അല്ലേ മിസ്, ഒരു മിസ്സുമാരായിട്ടുള്ള ഒരു കണക്ഷൻ. അപ്പൊ ജിഷാൻസിനെ ഞാൻ അയച്ചപ്പോ മിസ് പറഞ്ഞു ആതിര മിസ് അയച്ചിരുന്നു എന്ന് പറഞ്ഞു പിക്സ് ഒക്കെ. ജിഷാൻസിന് സന്തോഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി എന്തായാലും അടുത്ത മീറ്റില് മിസ്സിനെയും കാണാം, അശ്വതി മിസ് കാണാൻ പറഞ്ഞു, ബുധനാഴ്ചത്തെ അശ്വതി മിസ്. എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്ത ഭാഗ്യം ജയശ്രീക്ക് കിട്ടി. ഫോട്ടോ കണ്ടപ്പോ ശരിക്കും ഭയങ്കര സന്തോഷമായി. ഞാൻ ഇവിടെ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞു, ജയശ്രീ ആന്റിയുടെ ഒരു ഭാഗ്യേ പോയി എപ്പോഴും കാണാൻ പറ്റും, നമ്മക്കൊക്കെ കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല, ഇനി വരാൻ പറ്റുമോ, ഇത്രയും ദൂരം ആയതുകൊണ്ട്. വെക്കേഷൻ എന്തായാലും എല്ലാ മിസ്സുമാരെയും കാണാൻ പറ്റും. എല്ലാരും ഒന്ന് നേരിട്ട് കാണാനേ ഭാഗ്യം കിട്ടുമോന്ന് അറിയത്തില്ലെന്ന് ഞാൻ മോന്റെ അടുത്ത് പറയുകയും ചെയ്തു. ഇത്രയും ദൂരം ആയതുകൊണ്ട് വരുന്ന കാര്യമൊക്കെ. കൊട്ടാരക്കര. ഇവിടെ ഹസ്ബൻഡ് ഇല്ല മിസ്സേ, ഞാനും മക്കളും മാത്രമേ ഉള്ളൂ. ഇളയ മോന് ഇച്ചിരി വയ്യാത്തതാ, അപ്പൊ അയാൾക്കൊന്ന് ട്രാവൽ ചെയ്യാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും വരാൻ നോക്കും. പേരൻസ് ഉണ്ട്, ഹസ്ബൻഡിന്റെ ഫാദറും മദറും ഉണ്ട്, പക്ഷെ നല്ല പ്രായം ചെന്നേ. എല്ലാരെയും ഇട്ടിട്ട് വരാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. മാക്സിമം വരാൻ ശ്രമിക്കും മിസ്സേ. എനിക്ക് എല്ലാരെയും നേരിട്ട് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം. ഈ ഫോട്ടോ ഞാൻ കൂടെ കൂടെ എടുത്ത് നോക്കും. നോക്കാം മിസ്സേ. നിങ്ങൾക്ക് എനിക്കറിയില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഞങ്ങൾ ക്യാമറ കാണുന്നു, ഫോണിൽ കാണുന്നു, നിങ്ങൾക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഞങ്ങൾ ഊഹിക്കാതെ ഉണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെ കാണും, നേരിട്ട് കാണുമ്പോൾ എക്സൈറ്റ്മെന്റും നേരിട്ട് കാണുമ്പോ ഒരു ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾക്ക് മീൻസ് ഞാൻ ആലോചിക്കും, നമ്മള് എല്ലാവരും ഭയങ്കര സ്നേഹിക്കുന്നുണ്ട്. കാരണം അവർ ഡെയിലി കാണാണല്ലോ, ഞങ്ങൾ കാണുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാളും കൂടുതൽ അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് ഞങ്ങളോടായിരിക്കും. അങ്ങനെയാണ്. കാരണം എനിക്കെന്ന് പറയുമ്പോ എല്ലാവരും ഒരേപോലെയാണ്, പക്ഷെ നമുക്ക് ആരെയും സ്പെസിഫൈ ചെയ്ത് സംസാരിക്കാറില്ല, അല്ലെങ്കിൽ ഒരാളോട് മാത്രം കോണ്ടാക്ട് ചെയ്യാറില്ല, കാണുന്നില്ല, നേരിട്ട് സംസാരിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് പറയുമ്പോ ഇത് വെളിച്ചപ്പാടാണ്. സത്യത്തിൽ ഞാൻ വെളിച്ചപ്പാടാണല്ലോ, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് നമ്മൾ കാണുമ്പോ ആ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. അത് ചേച്ചി വന്നപ്പോ മനസ്സിലായി. ചേച്ചി അതിന് കിളിപോയ അവസ്ഥയായിരുന്നു. ചേച്ചിയുടെ കിളി മൊത്തത്തിൽ പോയി, എവിടേക്കോ പോയി. അതും ഞാൻ ആലോചിക്കായിരുന്നു, കിളിപോയാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വന്നത്. ഞങ്ങള് ക്യാമറയിൽ കാണുന്ന പോലെയല്ല, ക്യാമറയുടെ പിന്നിൽ ഞങ്ങൾ വളരെ മോശമാണ്. അത് വേറെ കാര്യം. നമ്മള് കൂടിയപ്പോ ചേച്ചിക്ക് മൊത്തത്തിൽ എന്റർടൈൻമെന്റ് ബഹളമായിരുന്നു ഇവിടെ. അതുകൊണ്ട് ഞാൻ ക്ലാസ്സില് സ്റ്റുഡൻസിനോട് പറഞ്ഞു, എന്റെ ഒരു സ്റ്റുഡന്റ് എന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്, സോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാനാണെന്ന് പറഞ്ഞു വൈൻഡപ്പ് ചെയ്തിട്ടാ പോണേ. അത് ചേച്ചിനോട് ഒട്ടും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു.
അപ്പോഴും ജെറിയ സാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് ടൈമിൽ ജെറിയ സാറിനെ കണ്ടു. സാറിനോട് ചോദിച്ചു ഞാൻ. അതെ മിസ് കണ്ടു. ഇവിടെ മോളുള്ളതുകൊണ്ടാണ് വീഡിയോ ഓണാക്കാത്തത് കേട്ടോ. സാറിനെയും കണ്ടു, അതും ഒരു ഭാഗ്യം. സാറിന് പിന്നെ ഇവിടെ കാണാറുണ്ട്, സ്മാർട്ട് സ്ത്രീയിൽ ഇവിടെ വരുമ്പോ, ഇവിടെ എന്തെങ്കിലും കാര്യത്തിന് പോകുമ്പോ ഇപ്പൊ കാണാറുണ്ട് സാറിനെ. 1-2 പ്രാവശ്യം മീറ്റ് ചെയ്തിട്ടുണ്ട് ജയദേവൻ സാറിനെ. പക്ഷെ ടീച്ചേഴ്സിനെ കാണാൻ പറ്റുന്നൊട്ട് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല. ശരിക്കും സർപ്രൈസ് ആയി മിസ്. ഇനി നമുക്ക് എല്ലാവരും കോൺവെക്കേഷൻ കാണാം. ഈ പരാതി നമുക്ക് പിക്സ് എടുക്കാം. ഒരേ യെസ്. ഞങ്ങള് അയ്യോ ഇപ്പൊ എല്ലാവരും കൂടെ വരുമ്പോ നമുക്ക് എല്ലാവരോടും സംസാരിക്കുക, ചിരിക്കുക. ഒരു കാര്യം കേട്ടോ, നിങ്ങൾ എന്നെയൊക്കെ ചിരിക്കുമ്പോ ഞാൻ ചിരിക്കും, പക്ഷെ എനിക്ക് നിങ്ങൾ മനസ്സിലുണ്ടാവില്ല. അത് ആദ്യം നിങ്ങൾ നോക്കണേ. കുറച്ചുപേരെ അറിയാം, പനമോളിക്ക് കണ്ടറിയാം. പനമോള് ജയശ്രീ മെബിയെനിക്ക് പിന്നെ അറിയാം. ഫുൾ ടൈം ക്യാമറ ചെയ്യാൻ അറിയാം. ബാക്കി ആരെ എനിക്ക് അറിയില്ല കേട്ടോ. നമ്മള് കണ്ടുള്ള പരിചയമില്ലല്ലോ, അതുകൊണ്ട്. പക്ഷെ അന്ന് സംസാരിച്ചോളാം കേട്ടല്ലോ. അയ്യോ മിസ്സിൽ ജാടയാണ്, മിസ് ചിരിക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ വിചാരിക്കില്ല. ജാടയൊന്നുമില്ല, ഷോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വരാം, സംസാരിക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഫോട്ടോസ് എടുക്കാം, ഒരുപാട് എടുക്കാം. ആ ഒരു വിഷമം വേണ്ട എല്ലാവർക്കും. അതെ മീസ്, ഫോട്ടോസ് കുറഞ്ഞു പോയി, നമുക്ക് ഇനി എടുക്കണം എന്തായാലും. ഇതിന്റെ എങ്ങനെയാണെന്നറിയോ, ജസ്റ്റ് ഫോട്ടോസ്, ആ ഒറ്റ ക്ലിക്കിന് ഒരുപാട് ഫോട്ടോസ്. ഞാൻ ഏതെങ്കിലും ഇഷ്ടപ്പെടുക്കാലോ എന്നൊക്കെ പോലെ എങ്ങനെയൊക്കെയാണെന്ന് ഏതെങ്കിലും ബോസിലേക്ക് കാരണം ഇപ്പോഴത്തെ ഫോട്ടോ എടുത്തോണ്ടിരിക്കുക. ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് എന്റെ കേട്ട് ഞാൻ എന്റെ ഫോണിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ആരൊക്കെ ഇഷ്ടം ഞാൻ ആദില സ്നേഹിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, കിട്ടിയായിരുന്നോ അത്? ഏതാണ്? ഞാനിപ്പോ ഫോട്ടോസ് ആദില മിസ്സിനെ അയ്യോ എല്ലാം കിട്ടി, നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം കണ്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ സൂപ്പർ ആയിരുന്നു, എല്ലാം നന്നായിരുന്നു മിസ്, എല്ലാം നല്ല ഫിക്സ് ആയിരുന്നു. ഞാൻ മിക്സ് ചെയ്തായിട്ടെ, എല്ലാം ഗ്രൂപ്പ് ആക്കിയിട്ടായിട്ടെ. ഹാപ്പി വിമൻസ് ഡേയില് നമ്മളുടെ പിക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്, ഫ്രണ്ട്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഒരുമിച്ചുള്ള ഒരു ഫോട്ടോസ് ഇട്ടു. നിങ്ങളൊന്നും പറഞ്ഞില്ല എന്നിട്ട്? ഷോ നിങ്ങളുടെ ഒരു അവസ്ഥ പാവങ്ങൾ കേട്ടോ. ഒന്നും അവിടെ ഷോ ആയി അല്ലേ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ ആര് ഇങ്ങോട്ട് വന്നാലും പറവൂര് വന്നാലും ഞാൻ മിസ്സുമാരെ കാണിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുവരും. അത് എല്ലാവർക്കും പറയാണ്. കാരണം ആരെങ്കിലും ഇതേപോലെ പറവൂര് എറണാകുളം സൈഡ് വന്നു കഴിഞ്ഞാൽ, ആലുവ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ എനിക്ക് കൊണ്ടുവരണം എന്നുണ്ട്. അപ്പം പറഞ്ഞിട്ട് വരും കേട്ടോ. കോൺവെക്കേഷൻ കാണുന്ന രൂപമല്ലേ നിങ്ങൾ പുറത്ത് കണ്ടിട്ടുള്ളൂ, അല്ലാത്ത രൂപങ്ങളൊന്നും കണ്ടില്ലല്ലോ. പറഞ്ഞിട്ട് വരും, ഒന്ന് ചെറിയൊരു കിട്ടിയാൽ മതി. അതിനുവേണ്ടി എടുത്തോളാം. ടീച്ചർ എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഗിത്തപ്പമാണല്ലോ. ഞങ്ങളുടെ കുഴപ്പമില്ല എങ്ങനെയായാലും. ജയത്തിനോട് ചോദിച്ചു നോക്കി, ഇപ്പൊ ഇവിടെ വന്നാൽ കണ്ടാലോ ഞാൻ ടീച്ചേഴ്സാന്ന് പറയില്ല. സാരി കൊടുക്കുമ്പോ ഓക്കെ, നമുക്ക് ആ ഒരു ലുക്ക് വരും അല്ലെ ജയശ്രീ? അൺമ്യൂട്ട് ചെയ്യും, കേൾക്കത്തില്ല. അതെ മിസ്, കറക്റ്റ് ആണ്. അതൊരു ജയശ്രീ ചെറുതാട്ടോ, നമ്മള് വീഡിയോ കാണുന്ന പോലെയല്ല ജയശ്രീ. വീഡിയോ കാണുമ്പോ നമ്മള് ഓക്കെ നമ്മള് പ്രതീക്ഷിക്കുന്ന ഒരാളെല്ലാം നേരിട്ട് വരുമ്പോ ചെറുതാ. ഞങ്ങളുടെ അത്രേ ഉള്ളൂ, ഞങ്ങൾ ചെറുത്, ജയശ്രീ ചെറുത്. ഫോട്ടോ കാണുമ്പോ മനസ്സിലാവും ചെറുതാ. വണ്ണം തോന്നിക്കുന്നതാണ് മിസ്, എനിക്ക് സംശയമുണ്ട്. വണ്ണമില്ലെന്നല്ല, വണ്ണം ഉണ്ടെന്നാണോ പറയുന്നത്? അല്ല, വണ്ണം തോന്നിക്കുന്നതായിരിക്കും ചിലപ്പോ. വണ്ണം ഉണ്ടോ ഇല്ലെന്ന് മിസ്സിന് തോന്നിയത് പറയണം. വണ്ണുണ്ട്, ഞങ്ങളുടെ തോന്നലാണ്. അപ്പൊ ഓക്കെ, അപ്പോ മതി, വിശേഷങ്ങൾ കഴിഞ്ഞു കേട്ടോ. എത്രയൊക്കെ മതി. നമുക്ക് എവിടെ വരെ എടുത്തു എന്ന് പറയോ? ഇനി സംസാരിച്ച് അങ്ങനെ പോവുകയേ ഉള്ളൂ. എവിടെ വരെ എടുത്തു? എന്തോ ഫാസ്റ്റ് കണ്ടിന്യൂസ് ആണ് മിസ്സേ. ഫാസ്റ്റ് കണ്ടിന്യൂസ്. വുമൻസ് ഡേ പോകുന്നോ? വുമൻസ് ഡേ ടോപ്പിക് ആരെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ? നമുക്ക് എടുക്കാലോ. വുമൻസ് ഡേയിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? കേക്കട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ടെ. വുമൻസ് ഡേ ഒന്നും പറയാനില്ലേ? ആലോചിച്ചു.
വുമൻസ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം എന്തിനെ ഉദ്ദേശിക്കുന്നു, എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നു വുമൻസ് ഡേ? എന്തിനാണ് ശരിക്കും അവരുടെ ഡേ അറിയോ? അവർക്കറിയാം, ആർക്കും വുമൻസ് ഡേ ആണെന്ന് അറിയാം. സ്ത്രീകളെ കൂടുതലും സാമൂഹികമായിട്ടും പിന്നെ പിന്തുണച്ചുകൊണ്ടുള്ളതും, പിന്നെ അവരോട് മുന്നോട്ട് പിന്നെ വീട്ടിൽ തന്നെ ഒതുങ്ങിക്കൂടാണ്ട് എല്ലാ മേഖലകളിലേക്കും സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് മാർച്ച് 8-ന് നമ്മള് വുമൻസ് ഡേ ആചരിക്കുന്നു വേണം പറയുന്നത്. ഓക്കെ, അതൊരു പോയിന്റാ. അതിൽ നിന്ന് നമ്മൾ എന്താ ഉൾക്കൊള്ളേണ്ടത്? ജസ്റ്റ് ഒരു വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്ന കാര്യം ജസ്റ്റ് ഒരു സ്റ്റാറ്റസ് എടുക്കുക, ഹാപ്പി വുമൻസ് ഡേ, കുറച്ച് നമ്മുടെ ഫ്രണ്ട്സിനെ പോലെ ഫിക്സോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു വുമൻസ് ഡേ വിഷസ് കൊടുക്കും. അങ്ങനെയാണ് ശരിക്കും ചെയ്യേണ്ടത്. വാട്ട്സ് യുവർ ഒപ്പീനിയൻ? തിങ്ക് അബൌട്ട് ഇറ്റ്. ഒരു ഒപ്പീനിയൻ ഇല്ലല്ലേ? വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും വുമൺ ആണല്ലോ അല്ലേ? വുമൻസ് ഡേ ആഘോഷിച്ചു. മോട്ടിവേഷൻ കൊടുക്കുക മിസ്സേ, മോട്ടിവേഷൻ കൊടുക്കുക, നമ്മളെ കൊണ്ട് പറ്റുന്ന അതല്ലേ ഉള്ളൂ മിസ്സേ. Respect, support and appreciate the strength and achievement of women, miss, everywhere. നോക്കി തട്ടുന്നുണ്ട് പറഞ്ഞു അല്ലെ? ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ ശക്തി, അതേപോലെ തന്നെ നേട്ടം ആദരിക്കുകയും അത് പിന്തുണയ്ക്കുകയും ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ ആരോടാ പറയുന്നേ? അതൊന്ന് പറഞ്ഞതേ. ഒരു വുമൺ മറ്റൊരു വുമണിനോട് പറഞ്ഞു കൊടുക്കാം, സ്വയം നന്നാവുന്നില്ല, പറഞ്ഞു കൊടുക്കാം. ശരി മിസ്, ബി സ്ട്രോങ് അല്ലേ? ബി ഹാപ്പി. കഴിഞ്ഞോ? മിസ് ആലോചിച്ചോണ്ടിരിക്കും. പക്ഷെ നമ്മുടെ ഇപ്പൊ ബാച്ചിലുള്ളവർക്ക് കുറെ പേർക്ക് മുന്നോട്ട് വരാനുള്ള ഇത് കുറവാണ്, പിന്നെ ഒരു കോൺഫിഡൻസ് കുറവാണ് മിസ്സേ. ആക്ടിവിറ്റീസ് ആയാലും അവതരിപ്പിക്കുന്നതിൽ കുറച്ച് നമ്മൾ ബാക്കിലേക്കാണ്. നമ്മളിങ്ങനെ പറഞ്ഞ് ഓരോരുത്തരെ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. നമ്മളെപ്പോലെ പറ്റുന്ന പോലെ കോൺഫിഡൻസ് കൊടുത്ത് മോട്ടിവേഷൻ കൊടുത്ത് ചെയ്യാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യിക്കുന്നുണ്ട് മിസ്സേ, പറ്റുന്ന പോലെ ചെയ്യുന്നുണ്ട്. ഈ ക്ലാസ്സിൽ ഏറ്റവും കോൺഫിഡന്റ് ആയ ഒരു സ്റ്റുഡന്റ് ആരാണെന്ന് അറിയോ? ജയശ്രീ, അനുമോള്, ലുദിയ, പിന്നെ ഗോപിക ചേച്ചി. ഇവരില്ലെങ്കിൽ ക്ലാസ് അന്ന് സൈലന്റാ, ആരും ഒന്നും അനങ്ങത്തില്ല. ഒരാൾ ഉദ്ദേശിച്ചത് ചോദിച്ചോ? ഒരേ ഒരാൾ. ആ ഒരു കോൺഫിഡൻസ് ഇവിടെ വേറെ ആർക്കും ഞാൻ കണ്ടിട്ടില്ല. രമ്യ മേനോത്താണോ മിസ്? ജയശ്രീ ആണ് സർ. ജയശ്രീ ആയിരുന്നു. തോന്നല മെബിയാണ് ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഫിഡൻസ് ആണ്. കാരണം ശരിക്കില്ല, ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ പോയി ക്യാമറ ഓണേ. മെബിയോടെ പല കാര്യങ്ങളും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. മെബി ചെയ്യുന്നത്, മെബി ഫോട്ടോ ഇടുന്നു, ഉറക്കം വരുന്നു, എല്ലാം ശ്രദ്ധിക്കുന്നേ ഇല്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, എന്നാലേ ക്യാമറ ഓണായിരിക്കും. ആ ഒരു ധൈര്യം മെബി സമ്മതിച്ചിരിക്കുന്നു. എനിക്ക് തോന്നിയായിരുന്നു എനിക്ക് നിങ്ങള് ശരിയല്ലേ? നിങ്ങള് സമ്മതിച്ചില്ല? അത് അഗ്രി ചെയ്യുന്നുണ്ട് എന്നോട്? തീർച്ചയായിട്ടും മിസ്സേ, തീർച്ചയായിട്ടും. മേബി എപ്പോഴും ക്യാമറ ഓണാക്കി ഇരിക്കാറുള്ളൂ. അതെ, ഫുൾ ഡേ. ചിലപ്പോ അത് ഇങ്ങോട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചാൽ എന്റെ കൈ ചെറുതായിട്ടൊന്ന് ഒരുവർക്ക് അങ്ങോട്ട് പോണതാ. കൈ മാത്രല്ല, ശ്രദ്ധ അടക്കം പോകുന്നുണ്ട്. ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. മിസ്സേ ഞാനൊരു ദിവസം മെബിയോട് ചോദിച്ചു, മെബി എപ്പോഴും ക്യാമറ ഓണാക്കിയിരുന്ന എഴുതുന്ന എന്താന്ന് ചോദിച്ചു. എപ്പോഴും എഴുതുന്ന കാണാല്ലേ, എന്നെ മെബി ഇത്രമാത്രം എഴുതുന്നതെന്ന് ചോദിച്ചപ്പോ ഞാൻ ചുമ്മാ സൈൻ ഇട്ട് പഠിക്കുന്നതാണ്. ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കുന്നില്ല, ചുമ്മാ ക്യാമറ ഓൺ ചെയ്ത് അവിടെ നെഗറ്റീവ് ചെയ്യാണ് പുള്ളി. ഞാൻ എന്നാ ആലോചിച്ച മെബീനൊന്നും പറയണ്ടെന്നൊക്കെ വിചാരിച്ച, പക്ഷേ എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു എന്റെ പേരിലേക്ക് വരാൻ സാധ്യത. അപ്പൊ ആ കാര്യത്തിൽ മെബിയ കോൺഫിഡന്റ് ആണ്. ഓക്കെ, ഒരുപാട് മാറി.
പണ്ട് ക്യാമറ ഓൺ ആണെങ്കിലും മേ ബി അത്ര ആക്റ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ പുള്ളി എല്ലാം കാര്യം ലൈറ്റ് എടുക്കുന്നുണ്ട്, ഒരുപാട് പാട്ട് പാടുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് ചെയ്യണം കേട്ടോ. ഡ്രോയിങ് ഉണ്ട്. മിസ്സിന്റെ ഒരു ഫോട്ടോ ജയശ്രീയുടെ ഞാൻ മേടിച്ചോളാം. ജയശ്രീ എടുത്ത പിക്കിന്ന് വാങ്ങരുതേ, അതെന്റെ രൂപമായിരിക്കില്ല ചിലപ്പോ. സോറി. എന്ത് കാര്യമാണ്, ഇവിടെ ഒരാളുള്ളതുകൊണ്ട് എന്റെ മൈൻഡൊക്കെ പോവാ. ഏത് ഫോട്ടോ ആണ് മേബിയാ? നമ്മള് സെൽഫി എടുത്ത ഫോട്ടോ വേണ്ടിട്ട് മേബിയാ. ഓക്കെ, എന്തോ ജയശ്രീയുടെ കൂടെ സെൽഫി കാണിക്കാൻ നമുക്കത് വേണ്ട, ക്യാൻസൽ ചെയ്യാം. അതില് ഞാൻ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. നല്ല ഭംഗിയാണ് മിസ്സിനെ കാണാൻ. അതില് നല്ല ഭംഗിയാണ് മിസ്സിനെ കാണാൻ ആ ഫോട്ടോയ്ക്കകത്ത്. നല്ല ഫോട്ടോസ് അല്ലേ? എല്ലാം നല്ല ഫോട്ടോസോ? അതെല്ലാരും പറഞ്ഞു കേട്ടോ മിസ്, ഞാൻ പറയാൻ മറന്നുപോയത്. ഞാൻ കണ്ടില്ല. നല്ല ഭംഗി ഉണ്ടായിരുന്നു മിസ്. ഭംഗിയുടെ കാര്യമില്ല, ചുമ്മാ പറഞ്ഞ അത്രേ ഉള്ളൂ. ഓക്കെ, മേ ബി ആ പിക്ക് ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ, ഡ്രോ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോ വരച്ച് നോക്കണം ഓർത്തിരിക്കുന്നത്. ഓർത്തിരുന്നോളൂ, ഓർത്തിരിക്കുകയാണ് എല്ലാ ദിവസവും, എല്ലാ ക്ലാസ്സിലും. എന്തോ അപ്പോ വുമൻസ് ഡേ അതാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. അപ്പൊ കോൺഫറൻസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറെ പേര് പറഞ്ഞത്. രമ്യ മിസ്സിംഗ് ആണ്, രമ്യ ഇല്ല, യുദ്ധി ഇല്ല അല്ലെ. ഇന്റേൺഷിപ്പിന് പോയിക്കാണോ മിസ്സേ? യുദ്ധിയാണ് പറഞ്ഞത്. അപ്പോ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും സ്വയം മോട്ടിവേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യണം. അത് വേണ്ട, മറ്റുള്ളവർ ചെയ്തോളൂ, പക്ഷെ അങ്ങോട്ടേക്ക് നമ്മളും കൂടെ വരണം, പുറത്തോട്ട് വരണം. മനസ്സിലായോ? എന്നെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, ഞാൻ ഇങ്ങനെയാണ്, എന്നെ കൊണ്ട് വേറെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയില്ല. നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. നമ്മൾ ഒറ്റയ്ക്കാണ് എന്ന് വിചാരിച്ചാൽ മാത്രം മതി. ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. എനിക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, ഇതെല്ലാം ഞാൻ ചുമ്മാ പറയുന്നതല്ല, വിത്ത് മൈ എക്സ്പീരിയൻസ്, എനിക്ക് എന്റെ എക്സ്പീരിയൻസിലൂടെ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്, അല്ലാതെ മറ്റുള്ള പറഞ്ഞു കേട്ടതോ ഒന്നും അല്ല. ഓക്കെ, നമ്മള് ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാൻ പോകും. ആരുമില്ല, നമ്മൾ ജനിച്ചത് ഒറ്റയ്ക്കാണ്, പോകുന്നത് ഒറ്റയ്ക്ക്. പറയുമ്പോ ഞാൻ ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഫാമിലിയുമായിട്ട് ഒരിക്കലും റിലേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പേഴ്സൺ ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ആസ് എ വുമൺ അവരോടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ഓക്കെ, അതിൽ വേറെ ഒന്നും റിലേറ്റ് ചെയ്യേണ്ട, ഒട്ടും കടകറി ചിന്തിക്കേണ്ട ആവശ്യം. നമ്മൾ ഒറ്റയ്ക്കാണ്, അതാദ്യം മനസ്സിലാക്കാം. നമ്മൾ ഒറ്റയ്ക്കായാലും നമുക്ക് ജീവിക്കാൻ പറ്റണം, ഓക്കെ. കുറച്ച് 2-3 ചോദിച്ചു വെച്ചാൽ നിങ്ങൾ പറയുന്ന ആൻസർ കേട്ടോ. നിങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്താ ചെയ്യാ? നിങ്ങൾക്ക് ഏത് ഫുഡ് കഴിക്കണം ഏറ്റവും ഇഷ്ടം? നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ? കപ്പയും മീൻകറി. എല്ലാവർക്കും അവരുടെ ഫേവറേറ്റ് ഫുഡ് ഉണ്ടാവും. ബിരിയാണി. ബിരിയാണി കഥ പറയണ്ട, എല്ലാരും ഹോട്ടലിൽ പോയിരിക്കുമല്ലോ അല്ലെ. എവിടെ ഹോട്ടലിൽ പോയി കണ്ട് ചുമ്മാ നോക്കും, ഫുള്ള് കണ്ട് സഹായിക്കുക. നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനം ആണ് നമ്മുടെ മലയാളികളെല്ലാം അങ്ങനെ ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ, അപ്പൊ ഫേവറേറ്റ് ഫുഡ് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഫേവറേറ്റ് ഫുഡ് ആണ്. ഫ്രീ ടൈം എന്താ ചെയ്യാം ആലോചിച്ചാൽ മതി. ഫ്രീ ടൈം കിട്ടുന്ന ചെയ്യാം. 2 ക്വസ്റ്റൻ ആയല്ലോ. കുറച്ചുകൂടെ ഫ്രീ ടൈം കിട്ടി നിങ്ങൾ എന്തായാലും ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റൻ ആൻഡ് തേർഡ് വൺ, ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്തിന് വേണ്ടിയിട്ടാണ്, ആർക്ക് വേണ്ടിയിട്ടാണ്? മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് വേണ്ടി. മക്കൾക്ക് വേണ്ടി. നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് നിങ്ങൾ എപ്പോഴെങ്കിലും കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് വേണ്ടി? കഴിച്ചിട്ടുണ്ട് മിസ്.
ബിരിയാണി ഉണ്ടാക്കും. മാം കഴിച്ചിട്ടുണ്ട്. എനിക്ക് കഴിക്കാൻ തോന്നുന്നു ഞാൻ കഴിച്ചിട്ടുണ്ട് മിസ്സേ. എല്ലാവർക്കും ടൊമാറ്റോ വേണ്ടി ഫ്രൈ എല്ലാവർക്കും ഉണ്ടാക്കണം വേണ്ടി തോന്നി കുക്ക് അപ്പ ചെയ്ത് ഉണ്ടാക്കും. കഴിച്ചിട്ടുണ്ട്. ഇവർക്ക് ഇഷ്ടമാണോന്നൊന്നും ഞാൻ നോക്കും. അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇടയ്ക്ക് ടൊമാറ്റോ ഫ്രൈ ഉണ്ടാക്കും. അത് ചിലപ്പോഴേ അവര് കഴിക്കുള്ളൂ. പിള്ളേര് കഴിക്കും ചിലപ്പോ ആർക്കെങ്കിലും ഒരാളുണ്ടാവും വിരോധമായിട്ട്. അങ്ങനെ അപ്പൊ കുറച്ച് കഴിക്കാത്തവരുണ്ട് കേട്ടോ. കഴിക്കുന്നവരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പോ ഇനി നിങ്ങളിലേക്ക് ഒന്ന് വന്ന് നോക്കി. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എപ്പോഴത്തെ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഇപ്പൊ പഠിക്കാൻ സമയം കണ്ടെത്തുന്നുണ്ടോ മിസ്സേ? പഠിക്കാൻ വേറെ അതെ വഴിയില്ലാത്തതുകൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യാൻ സമയം കണ്ടെത്തുന്നുണ്ട് മിസ്. അത് കോഴ്സിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ്. ചെയ്തേ പറ്റും, അതുകൊണ്ട് ചെയ്യുന്നു. അല്ലാതെ നിവർത്തിയില്ല. ഒന്നുമില്ല. കിട്ടുന്ന സമയം മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ഹസ്ബൻഡ് കാര്യങ്ങള്, വീട്ടിലെ കാര്യങ്ങള് ആണ് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല. ചിന്തിക്കൂ, സ്വയം ചിന്തിക്കൂ. അതെ മിസ്സേ, തീർച്ചയായും മിസ്സേ. ഇനിയും ഇപ്പൊ എത്ര വയസ്സായി പറയാൻ പാടില്ല അല്ലെ? പറയണമെന്നില്ല കേട്ടോ. വയസ്സായല്ലോ അല്ലെ? ഇതൊക്കെ ഏജ് ആയിട്ടുണ്ടല്ലോ, എന്നിട്ടും തിരിച്ചറിയില്ല. ചെറിയ സമയമായി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, അത് ലൈഫ് ലോങ് ആ സമ്മർദ്ദം ഉണ്ടാവും. സമ്മർദ്ദമല്ലാതെ നമ്മൾ എന്ത് മനസ്സിലാക്കുന്നോ അതുവരെ നമുക്കത് വലിയൊരു പ്രഷറാണ്. നമ്മൾ സ്വയം മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തിനു വേണ്ടി ജീവിച്ചു? ഏറ്റവും വലിയൊരു ചോദ്യം. നമുക്കൊരു സ്ത്രീകൾക്ക് സ്വന്തമായിട്ട് ഒരു വരുമാന മാർഗം ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളെങ്കിലും നേടിയെടുക്കാൻ പറ്റും. നമുക്കിപ്പം അങ്ങനെ ഒരു വരുമാന മാർഗം ഇല്ലാത്ത സ്ഥിതിക്ക് അതിനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതിനുവേണ്ടി പരിശ്രമിക്കുക. യെസ് മിസ്, അത് വേണം. പരിശ്രമിക്കണം. എല്ലാവരെയും കാര്യങ്ങൾ നോക്കിയിട്ട് എനിക്ക് പരിശ്രമിക്കാൻ സമയമില്ല എന്നാരും പറയരുത്. സമയം കണ്ടെത്താം. എല്ലാവർക്കും ഈക്വൽ ടൈം ആകട്ടെ. 24 hours. ഈ 24 hours നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. മനസ്സിലായോ? ചോദ്യം ചോദിച്ചു നോക്കിയേ. എന്തിനു വേണ്ടി ജീവിച്ചു? ഇത്രയും നാൾ ഞാൻ എന്തിനാ ജീവിച്ചേ? എന്നോട് ഞാൻ ചോദിച്ചുള്ള ചോദ്യം. അതെ, അത് എനിക്ക് തിരിച്ചറിവ് വന്നു. ഞാൻ ആ ചോദിച്ചു. രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, കിടന്നുറങ്ങും. രാവിലെ എണീക്കുന്നു, വീട്ടിലെ പണിയെടുക്കുന്നു, കിടന്നുറങ്ങും. ഞാൻ എന്റെ പണി, എല്ലാവരും കാര്യങ്ങൾ നോക്കുന്നു. ഞാനിപ്പോ സ്വയം ആലോചിച്ചു, ഞാൻ എന്തിനാണ് ജീവിക്കുന്നേ? 3 നാളത്തെ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചു. എന്തിനാ? ആ ചോദ്യം ചോദിച്ചു, ഞാൻ എന്ത് ഇവിടെ ഉള്ളൂ. ആ ചോദ്യം ഞാൻ എന്തിനാ ചോദിച്ചു? അന്ന് അല്ലെങ്കിൽ ഞാൻ മാറ്റി. കാരണം മാറ്റാതെ രക്ഷയില്ല. ഞാൻ അല്ലെങ്കിൽ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണോ? അതിപ്പോ നിങ്ങൾ നിൽക്കുന്ന എല്ലാവരും ഒരു കംഫർട്ട് സോണിലാണ്. അവര് ഭയങ്കര കംഫർട്ട് ആണ് പറയാൻ. വീട്ടിലാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും കംഫർട്ടാണ്. അതിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഏറ്റവും ടഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത്. അതിലാണ് നിങ്ങൾ പറയുന്നത് മക്കളെ ചെയ്യുക പേടിയാണ്, ശരിയാണ്. അതിന് കുറെ കാര്യങ്ങൾ ചുമ്മാ കൊടുക്കുന്ന ഒരു ശിശുവില്ല. അതിന് കംഫർട്ട് സോണിൽ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അതാണ് സത്യം. ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. അത്യാവശ്യം ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ എല്ലാവരും അത്യാവശ്യം. ഇന്നത്തെ കാലത്ത് ഒരു വരുമാന മാർഗം എന്നത് ഈസിയാണ്. നമ്മൾ വിചാരിച്ചാൽ വളരെ ഈസി. വിചാരിക്കുന്നില്ല. മക്കളുടെ കാര്യം, ഫാമിലിയുടെ കാര്യം നോക്കുന്ന ഒരാൾ, ഇവരെല്ലാ കാര്യങ്ങളും കൊണ്ടു നടക്കാൻ ഒരാൾ, അത്രയേ ഉള്ളൂ. എല്ലാവരും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകും എന്നൊന്നും ഇല്ലാട്ടോ. അത് പറഞ്ഞ് എല്ലാവരും ഇട്ടിട്ട് പോകുന്ന ഉദ്ദേശം അങ്ങനെയല്ല. നെഗറ്റീവ് എടുക്കരുതേ. നമ്മളിപ്പോ മക്കളെ ഒരുപാട് നന്നായിട്ട് നോക്കുന്നില്ല. ഒരു വിധം കഴിഞ്ഞ് അവര് നമ്മളെ
അവരുടെ കാര്യം ഒരുപാട് ഇടപെടാനോ ഇനി പോകുന്നത്. അതുമല്ല മക്കള് നമ്മളെ നോക്കും എന്നൊരു പ്രതീക്ഷയും വേണ്ട കേട്ടോ. പ്രതീക്ഷിക്കാൻ പാടില്ല. നോക്കട്ടെ കുഴപ്പമൊന്നുമില്ല. അതും പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകരുത്. എന്റെ മോൾ നോക്കും, എന്റെ മോള് നോക്കും. ഇത്രയും നാള് ഞാൻ അവന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് എന്റെ കരിയർ കളഞ്ഞത്, എന്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് മക്കളോട് പറഞ്ഞാല് മക്കൾ ഒരു ദിവസം ചോദിക്കും, ഇതെല്ലാം ഒന്ന് ചോദ്യം ചോദിക്കുമ്പോ നിങ്ങൾ അവിടെ വീഴും. മനസ്സിലായോ? ഞാൻ ആ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് കുഞ്ഞറിയുന്നില്ല. അറിയാണ് നമ്മൾ അറിയിക്കുന്നില്ല പലത്. മക്കളെ അറിയിക്കാണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ദിവസം അവൻ ആ റിട്ടേൺ ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ ആലോചിച്ചു. അപ്പൊ ചോദിക്കും, ഞാൻ ഇതിന് വേണ്ടി ഇതാണ് ജീവിച്ചു അന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ആ ചോദ്യം ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസരമായിരിക്കും. അപ്പോ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാല് ഉപകാരമൊന്നുമില്ല. പക്ഷെ ഇപ്പോ ചിന്തിക്കാം, ഈ നിമിഷം നിന്ന് ചിന്തിക്കാം, നിങ്ങൾ ഇനി എന്താകണം, നിങ്ങളുടെ ലൈഫ് എങ്ങനെ ആയിരിക്കണം എന്ന് ഈ നിമിഷം നിങ്ങൾക്ക് ചിന്തിക്കാം. നമ്മള് സ്ത്രീകൾ എന്ന് പറയുന്നത് മൾട്ടി ടാലന്റഡ് ആണ്, വെരി പവർഫുൾ. ചിന്തിച്ചു നോക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നിങ്ങളിപ്പോ ക്ലാസ്സിൽ ശ്രദ്ധിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ തലയിൽ എത്രയോ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അറ്റ് എ ടൈം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ഓർക്കുന്നുണ്ട്, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് അവർക്ക് അറ്റ് എ ടൈം ഒരു കാര്യം മാത്രം ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു കാര്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നിടത്തിൽ മറ്റൊരു കാര്യം ചെയ്യുമ്പോൾ അവർക്ക് രണ്ടിലും ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? ഒരു ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ ആ വീട്ടിലെല്ലാം പണിയും ചെയ്യും. സംസാരിക്കുന്നു, ഒക്കെ ശ്രദ്ധിക്കുന്നു, അവർ പറയുന്നതിന് മക്കൾ പറയുന്ന എല്ലാം ചെയ്യുന്നുണ്ട്, വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും. മറ്റേ ടൈം നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്യും. അത് നിസ്സാര കാര്യമാണോ? ആലോചിച്ചിട്ട് നിങ്ങൾ ചെറിയ കാര്യമായിട്ട് നമുക്ക് തോന്നും. വീട്ടിലെല്ലാ പണികളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് ഹസ്ബൻഡിനോടൊക്കെ ചെയ്യാൻ പറഞ്ഞു നോക്കിയേ. പക്ഷെ അതൊക്കെ സമ്മതിച്ചല്ല കേട്ടോ. ഓ നീ ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടോ? സമ്മതിച്ചല്ല. അതൊക്കെ കാര്യം ഒന്നും ഭയങ്കര അപ്പൊ ചെയ്യേണ്ട എന്താണ്? ഇപ്പൊ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനാണ് നിങ്ങൾ നിൽക്കുന്നത്. ഇപ്പൊ ഓക്കെ ആണെന്ന് പറയാം. ഞങ്ങൾ മോണ്ടിസോറി പഠിക്കുന്ന ടീച്ചേഴ്സ് ആണ്. ഇത് കഴിഞ്ഞാൽ വാട്ട് നെക്സ്റ്റ് ആലോചിച്ചു. ജോബ് വേണം മിസ്സേ, അത്യാവശ്യമായിട്ട്. എന്താ ചെയ്യണ്ടേ? അപ്പൊ ജോലിക്ക് വേണ്ടിട്ട് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കും. ശ്രമിക്കുക എന്ന് പറയുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളിൽ പെടും. നമ്മള് ബയോഡേറ്റ സ്കൂളിലൊക്കെ ബയോഡേറ്റ കൊടുത്തിടുക. വേക്കൻസി വന്നാലാണെങ്കിൽ വിഷയം വിളിക്കോളൂ. അങ്ങനെ ചെയ്യാം. ശരി. ഇപ്പൊ ക്ലാസ്സിൽ തന്നെ അത്യാവശ്യം മറ്റേ ടൈം ഓഫീസർ പാസ്സായി ഇറങ്ങുന്നവരാണ്. നിങ്ങളെല്ലാം ചോദ്യം കിട്ടുക പോസിബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യണം? സ്കില്ലാണ്. സ്കില്ലായിരിക്കണം. ഞാൻ പറയുകയാണെങ്കിൽ ലാംഗ്വേജ് സ്കില്ലാണ് കേട്ടോ, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പഠിച്ചേ പറ്റും. എനിക്കൊരു പരിധി ഉണ്ട്. 10 മാസത്തെ ക്ലാസ് ആണ് നമുക്കാണ്. ഈ 10 മാസം കൊണ്ട് എനിക്ക് പഠിപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ട്. കാരണം നിങ്ങൾ തുടക്കമാണ്, ബിഗിനേഴ്സ് ആണ്. ഈ ബിഗിനേഴ്സിനെ നമ്മൾ പുഷ് ചെയ്ത് ആ ലാംഗ്വേജിനോട് ഇഷ്ടം തോന്നിപ്പിക്കണം. അത് നിങ്ങളെ പോലെ അറിയാതെ പഠിപ്പിക്കണം. അല്ലാതെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചെയ്യുക. അതോടുകൂടി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു എന്ന് അർത്ഥമില്ല കേട്ടോ. എന്റെ ക്ലാസ് കൊണ്ട് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും എന്നൊന്നും ഞാൻ ഇപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പകരം പറ്റില്ല. അതൊന്നും ശ്രദ്ധിക്കില്ല. ലാംഗ്വേജ് ഇല്ലെങ്കിൽ നമുക്ക് ഒരു സ്കൂളിലും കിട്ടത്തില്ല മിസ്സേ. ഞാനിപ്പം 2 ഇടത്ത് ഇന്റർവ്യൂവിന് പോയി മിസ്സേ. അപ്പം ലാംഗ്വേജിന്റെ ഒരു പ്രശ്നം കാരണം അത് വിളിച്ചിട്ടില്ല 2 ഇടത്തും.
അപ്പൊ നമുക്ക് ലാംഗ്വേജ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഭാഷയൊന്നുമില്ല. നമ്മൾ ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് ജോലി ഇല്ല എന്ന് പറയുന്ന സ്ഥലത്തേക്കാൾ ബെറ്റർ ഓപ്ഷൻ നമുക്ക് കണ്ടെത്തിയേ പറ്റൂ. നമ്മൾ എന്താ ചെയ്യണ്ടേ? പഠിക്കണം. ലാംഗ്വേജ് സ്കിൽ ഇമ്പോർട്ടന്റ് അല്ല പറയാനില്ല, ഭയങ്കര ഇമ്പോർട്ടന്റ്. അത് പഠിച്ചേ പറ്റൂ. ഞാൻ പഠിപ്പിക്കുന്നുണ്ട്, അത് പോരാ. മനസ്സിലായോ? അത് പോരാ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമുക്ക് നമുക്ക് അതിനു വേണ്ടി ഒരുപാട് സമയം മാറ്റിവെച്ചേ പറ്റൂ. ഒരുപാട് സമയം. ഗ്രാജുവലി നിങ്ങൾ പോലും അറിയാണ്ടെങ്കിൽ സംസാരിക്കും. എപ്പോഴും പോഡ്കാസ്റ്റ് കാണാം, കേൾക്കുക, ലിസൺ. പറയുന്ന പോലെ ലിസൺ, റൈറ്റിംഗ്, സ്പീക്കിംഗ്. ഓക്കെ, ലിസൺ ചെയ്യാം, നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഓരോ കാര്യങ്ങളും. മൂവീസ് കാണാം, സബ് ടൈറ്റിൽ വെച്ചിട്ട് കാണാം. എന്നിട്ട് അവര് പറയുന്ന കുറെ സെന്റൻസുകൾ ഉണ്ടാവും, നോട്ട് ചെയ്തിരിക്കും. എന്നിട്ട് അത് നമ്മൾ പറയും. അതായത് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന സാധനം വേണം നമുക്ക്. നമ്മൾ സംസാരിക്കുമ്പോൾ മലയാളം ആണെങ്കിൽ പോലും നമ്മൾ സംസാരിക്കാൻ ഫ്ലെക്സിബിൾ ആണ് ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ. പക്ഷെ ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അങ്ങനെ വരില്ല, ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്ക് വരില്ല. അതിന് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റൂ. നമ്മൾ ഉറക്കെ സംസാരിക്കുക, മോഡുലേഷൻ വരുത്തുക. മോഡുലേഷനും പ്രൊണൗൺസിയേഷനും എല്ലാം ഞാൻ എന്തായാലും ഈ കോഴ്സിൽ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ കൂടെ നിങ്ങളും പഠിക്കൂ. ഞാൻ പഠിപ്പിക്കുന്നല്ലാതെ നിങ്ങൾ അല്ലാതെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പിന്നെ ക്ലാസ് ഇംഗ്ലീഷ് ഞാൻ പറഞ്ഞിരുന്നത് ക്ലാസ്സിൽ എക്സ്ട്രാ ഞാൻ തരുന്ന കാര്യങ്ങളാട്ടോ. ശരിക്കും പറയാമെങ്കിൽ ഈ സിലബസിനെ ബേസ് ചെയ്ത് മാത്രം പഠിപ്പിച്ചാൽ മതി. പക്ഷെ എന്റെ ക്ലാസ്സിൽ സിലബസിനെ ബേസ് ചെയ്ത് മാത്രമാണ് പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കി നിങ്ങൾ. അല്ല മിസ്, നിങ്ങളോട് ഞാനിപ്പോ സംസാരിക്കുന്ന തന്നെ എന്റെ ടൈം വേസ്റ്റ് ആണോ ശരിക്കും? അത് ആണോ? വേസ്റ്റിംഗ് ആണോ തോന്നുന്നത്? നമുക്കൊരു കാര്യമല്ലേ പറഞ്ഞു തരുന്നു. അതെ, കാരണം നിങ്ങളോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവിടെ നിന്ന് ഇരിക്കില്ല. മനസ്സിലായോ? നമ്മുടെ ലൈഫിൽ ആരെങ്കിലും നമുക്ക് വേണം. എന്തെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും, എനിക്ക് നല്ലത് പറഞ്ഞാൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇരിക്കില്ലായിരുന്നു, ചിലപ്പോൾ ഞാൻ നല്ലൊരു പൊസിഷൻ എത്തിയാനേ എന്ന് നമ്മൾ ചിന്തിക്കാത്ത ആരുമില്ല. കാരണം അന്ന് നമുക്കത് പറഞ്ഞത് ആരുമില്ല ശരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഈ പറയുന്ന കുറച്ച് സമയത്തിലെ കുറച്ച് വാക്കുകളാണെങ്കിൽ പോലും നിങ്ങളൊന്ന് റീതിങ്ക് ചെയ്യും, ചിലപ്പോ സംഭവിക്കാം. എന്നെ കൊണ്ട് പറ്റുമെന്നൊരു വിശ്വാസം നിങ്ങൾക്ക് വരാം. അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും ഒരു ടൈം വേസ്റ്റിംഗ് അല്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഓരോ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മോണ്ടിസോറി കോഴ്സ് നിങ്ങൾ ജോയിൻ ചെയ്ത് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി സബ്ജക്ട് വൈസ് നമുക്ക് അത്യാവശ്യം ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പേഴ്സണാലിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ആഫ്റ്റർ ആൻഡ് ബിഫോർ ആണോ നിങ്ങൾ? അങ്ങനെയാണോ ശരിക്കും? പഴയ നിങ്ങളാണ് ഇപ്പൊ? അല്ല മിസ്സേ, മാറ്റമുണ്ട്. മാറ്റമുണ്ട്. ഇതെല്ലാം നമ്മുടെ എല്ലാ ടീച്ചേഴ്സും സബ്ജക്ട് മാത്രം എടുക്കുന്നോണ്ടാണോ അങ്ങനെ ഒരു മാറ്റം വന്നേ? അല്ല മിസ്സേ, അല്ല മിസ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനിടയിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ പുറമേ കേൾക്കുന്നവർക്ക് തോന്നാം മിസ് ഇംഗ്ലീഷ് ടീച്ചർ ആണ്, ഇംഗ്ലീഷ് മാത്രം പഠിപ്പിച്ചു പോയാൽ പോരെ എന്ന് ചോദിക്കാം. പക്ഷെ ഒരു ഇംഗ്ലീഷ് ഒരാള് സംസാരിക്കണമെങ്കിൽ അത് അത്രത്തോളം ആള് കോൺഫിഡന്റ് ആയിരിക്കണം. അത് പെർഫെക്റ്റ് ആണ്, ഞാൻ ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണ് എന്ന് വരുന്നൊരു കോൺഫിഡൻസ് അല്ല. തെറ്റാലും കുഴപ്പമില്ല, എനിക്ക് സംസാരിക്കണം, അതിലാണ് ഞാൻ പഠിക്കുകയാണ്, എനിക്ക് അറിയാം ഞാൻ വളരെ തെറ്റാണെന്ന്, പക്ഷെ ഞാൻ സംസാരിക്കും. ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾ തന്നെ അത് ഇംപ്രൂവ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യം. അത് ചിലപ്പോൾ ഞാൻ ഈ സംസാരിക്കുന്നതിനോട് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുമെന്ന് വിശ്വാസം. കാരണം നമുക്കൊരാൾ പറഞ്ഞു തരുമ്പോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുമ്പോ നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് ശരിയാണല്ലോ, എന്നെക്കൊണ്ട് പറ്റുമല്ലോ അല്ലെ? എല്ലാവരുടെ ലൈഫിൽ ഒരാളുണ്ടാവും, ഒരാളുണ്ടാവും, എല്ലാവരുടെ ലൈഫിൽ ഒരാൾ മീൻസ് എന്നെ കൊണ്ട് പറ്റും എന്ന് പറയും. നീ നോക്ക് പറ്റും, ആ ഒരു ഉറപ്പ് കഴിക്കാൻ ചിലപ്പോ ശരിയായിരിക്കുമല്ലോ, എന്നെ കൊണ്ട് പറ്റുമല്ലോ എന്ന് ഞാൻ ചിന്തിക്കും. ആ ചിന്തയിലാണ് ലൈഫ് മാറാം. ഓരോ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കും അല്ലെ? ഓരോരോ പ്ലാറ്റ്ഫോം ഇപ്പൊ നമ്മള് വീട്ടിൽ തന്നെ ആണെങ്കിൽ വീട്ടിൽ തന്നെ നിന്ന് പോവുകയുള്ളൂ. പുറത്തോട്ട് ഇറങ്ങാ, എല്ലാവരുടെ മിങ്കിൾ ചെയ്യുക,
ഒരു ജോലിക്ക് പോവാ, നമ്മുടെ ചിന്താഗതികളെ മാറും. പുതിയ പുതിയ ഫ്രണ്ട്സ് ആയി അല്ലെ, അവര് പറയുന്ന കാര്യങ്ങള് നമ്മൾ ആ ഒരു ലോകത്തേക്ക് പോകും. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും. കാരണം നമ്മൾ എല്ലാം വേണമെങ്കിൽ നമ്മൾ പുറത്തിറങ്ങണം, വീട്ടിലാണ് പുറത്തിറങ്ങണം. ലാംഗ്വേജ്, അടുത്ത കാര്യം ലാംഗ്വേജ് ഇല്ലെങ്കിൽ പോലും ഒരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാല് നമ്മൾ കോൺഫിഡന്റ് ആയിട്ടാണോ സംസാരിക്കുന്നത്, ഷുവർ ആണ് ജോലി കിട്ടും. കാരണം അവർ ചിന്തിക്കുന്ന വെച്ചാല് എന്നെ കൊണ്ട് പറ്റും, അവിടെ സംസാരം കേൾക്കുന്ന അറിയാം. ലാംഗ്വേജ് ഇല്ലെങ്കിൽ പോലും ലാംഗ്വേജ് ഡെവലപ്പ് ആകാനുള്ള ചാൻസ് ഉണ്ട്, പറ്റും എന്ന് തോന്നിക്കഴിഞ്ഞാൽ ജോലി ഷുവർ തോന്നും. ആ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണം. ആ കോൺഫിഡൻസ് അവർക്കും കൂടെ തോന്നണം കാണുമ്പോ. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ആദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക. ഞാൻ സാരക്കാരനൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഞാൻ ഇങ്ങനെയാണ്, അങ്ങനെയാണല്ലോ, അങ്ങനെയല്ല. വിചാരിച്ചില്ല എന്നർത്ഥം. ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമുക്ക് സന്തോഷം കിട്ടുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ചെയ്യാം. ലൈഫ് ഈസ് വെരി ഷോർട്ട്, അൺപ്രഡിക്റ്റബിൾ ആണ് ലൈഫ്. നാളെ എന്താണ് അറിയില്ല. ഇത്രയും നാള് നമ്മൾ എന്തിനാ ജീവിച്ചേ? എനിക്ക് വേണ്ടി ഞാൻ ഏതെങ്കിലും ദിവസം ജീവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസം പോട്ടെ, ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന പൊസിഷനാണ് നിങ്ങൾ നിൽക്കുന്നത് ആണോ? കല്യാണം കഴിഞ്ഞ് കുട്ടികളാകാം, ഫാമിലിയായിട്ട് ജീവിക്കാം, അതൊരു സൈഡിൽ നടക്കുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എടുക്കുകയാണെങ്കിൽ അവര് എന്താണ് രണ്ടുപേരും ഫാമിലി കൊണ്ടുപോകുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ്, ഒന്നാണ് എന്ന് പറഞ്ഞാൽ പോലും രണ്ടുപേരും രണ്ട് കാറ്റഗറിയാണ്, രണ്ടുപേർക്ക് രണ്ട് പേഴ്സണാലിറ്റി ആണ്, രണ്ട് പേഴ്സൺ ആണ്, അവർക്ക് അവരുടേതായ വ്യക്തിത്വം ഉണ്ട് അല്ലേ? ചിന്തിക്കൂ. നിങ്ങൾ ഇപ്പോ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നാം നിങ്ങളെ ആത്മാവ് ഇപ്പോ വീട്ടില് എല്ലാം നിങ്ങൾ മക്കൾക്ക് വേണ്ടി ഫാമിലിക്ക് വേണ്ടി എന്ന് പറയുന്നു. ഹസ്ബൻഡ് ഇഷ്ടമുള്ളത് പോവാറുണ്ടോ? പോവാറുണ്ട്. ഫ്രണ്ട്സിനൊക്കെ പോകുന്നുണ്ട്, അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഫാമിലിയും കൊണ്ടുപോകുന്നുണ്ട്. എങ്ങനെ? നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? അല്ല, നിങ്ങൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ വരട്ടെ, ഹസ്ബൻഡ് വരട്ടെ, പോവാം. അല്ലെങ്കിൽ മക്കൾ വരുന്നുണ്ടോ? ചോദിക്കുന്ന ചോദ്യമാണ് അല്ലേ? നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? അമ്പലത്തിൽ അതിൽ പോകാൻ ഒരു ഫ്രണ്ട് ഉണ്ടോ? നമുക്ക് വിളിക്കും. ഫ്രണ്ട് ഉണ്ട്, പോകാറില്ല. ദൂര സ്ഥലങ്ങളിലൊന്നും പോവാനുള്ളതില്ല മിസ്, അമ്പലങ്ങളുടെ അടുത്തൊക്കെ പോവും. വേറെ എവിടെയെങ്കിലും പോവാൻ ധൈര്യമില്ല. അല്ല, ദൂരെ ധൈര്യമില്ലെന്നല്ല മിസ്, പോയിട്ടില്ല, വഴി തെറ്റി പോവും. അത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങൾ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ എന്നെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് സൂപ്പർ ആണല്ലോ എന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ ഞാൻ ഇങ്ങനെയായിരുന്നത്, ഞാൻ എന്റെ തൊട്ടടുത്തൊരു കടയിൽ പോവാൻ പോലും ഒരാളെ കൂട്ടുപിടിച്ച് പോകുന്ന ആളായിരുന്നു ഞാൻ പോകില്ലായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണമെങ്കിൽ എനിക്ക് ആരെങ്കിലും വേണമായിരുന്നു. ഒറ്റയ്ക്ക് ഞാൻ പോല, സ്ഥലത്ത് ഞാൻ പോല. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും എനിക്ക് ഹസ്ബൻഡ് ആണോ ആരെങ്കിലും പോണെങ്കിലും പോവാം, ഓക്കെ വരും, ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും. പക്ഷെ ഹസ്ബൻഡ് ഇപ്പൊ പുറത്ത് പോയിട്ടോ, പുറത്താണേ. അന്നാണ് ഞാൻ ജോലിക്കുന്നത്, സത്യം പറയാറ്. കാരണം മനസ്സിലായി, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഇങ്ങനെയല്ല ശരി ജീവിക്കട്ടെ. എനിക്ക് ജോലിക്ക് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ വീട്ടിന്ന് പുറത്തിറങ്ങിയാൽ കിട്ടുന്ന ഒരു ഖബർ ഉണ്ടല്ലോ വേറെ. പുറത്തിറങ്ങി ആ വീട് ഈ 4 ചുവരുകൾക്കുള്ളിലാണ് നമ്മൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ റൂമിലായിരിക്കും അല്ലെ? ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന റൂമിലായിരിക്കും. ടീച്ചറായിട്ട് പഠി കഴിഞ്ഞാൽ നേരെ കയറാം റൂമിൽ കയറാം, പിള്ളേരെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് പഠിക്കാം,
ഏറ്റവും നല്ലൊരു കംഫർട്ട് സോൺ ആണ് നിങ്ങളുടെ റൂം. ചുറ്റും നോക്ക്, ഹായ്, ഈ റൂമിലാണ് ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ കിടക്കുന്നത് അല്ലെ. ഇത്രയും നാൾ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തിട്ടില്ല. ഞാൻ ചിന്തിച്ച കാര്യങ്ങളാട്ടോ. ഞാൻ ആ റൂമിലായിരുന്നു, ഞാൻ റൂമിലായിരുന്നു. എവിടെയെങ്കിലും പോകും, ഹസ്ബൻഡോടെ പോകും. പക്ഷേ ഞാൻ ഒരുപാട് മാറ്റി. എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ ജീവിക്കണമെന്ന് ഞാൻ പറയും. ഉച്ചയ്ക്കായിരിക്കും. എനിക്കൊരു മോളാണുള്ളത്. സോ മോളാണെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം, ഉച്ചയ്ക്ക് പോവാം, നമുക്ക് എവിടെയും പോകാൻ പറ്റും. ആ ഒരു ധൈര്യം വന്നാലും നമ്മൾ നോക്കാൻ മതി. ആ നോക്കാതെ ധൈര്യം നോക്കാം. മനസ്സിലായോ? എവിടെയും പോവാം, പൈസയും കൂടി വേണം. എന്താ പോയാലും കോഴ്സ് കംപ്ലീറ്റ് ആകുമ്പോ എല്ലാവരോടും ഒരു പറയാനൊരു കാര്യം കേട്ടോ. എങ്ങനെയും ജോലിക്കാവും. ഓക്കെ, ടീച്ചറാണ്. ആ ഒരു വാശി വേണം. അത് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യാം. കേട്ടല്ലോ? തീർച്ചയായിട്ടും മിസ്സേ. ഡെവലപ്പ് ചെയ്തെടുക്കാം, ജോലിക്കാം. ഇനി മിസ്സേ അതാണ് ഇതാണ് ഒന്നല്ല. ഈ അവിടെ വീട്ടിലാരില്ല, മക്കളെ നോക്കാൻ ആരില്ല. മക്കളെ നോക്കാൻ ആരെങ്കിലും ജോലിക്ക് പോകാം. നമുക്ക് സമ്പാദിക്കുമ്പോ അതിനൊരു എവിടെയെങ്കിലും നമുക്ക് മക്കളെ നോക്കാൻ എളുപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, സീനൊന്നുമില്ലോ. ആരെങ്കിലും ഇപ്പൊ പാരന്റ്സ് ഉണ്ടാകാം, റിലേറ്റീവ്സ് ഉണ്ടാകാം. അല്ലാതെ ഒരുപാട് കാര്യങ്ങൾക്ക് അറിയാലോ. അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ല. ഒരിക്കലും മക്കൾ നമുക്കൊരു കാരണമാകില്ല. നമ്മുടെ ലൈഫ് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിന് മക്കളെ ഒരു കാര്യം നമ്മൾ ആക്കാൻ പാടില്ല. അത് നമ്മൾ തന്നെ ആക്കുന്നതാണ്. മക്കൾ പറഞ്ഞിട്ടൊന്നുമില്ല നമ്മളോട്, അല്ലെ? അവർക്ക് അറിയില്ല, അവർ കുഞ്ഞുങ്ങളാണ്. നമ്മുടെ കയ്യാനുള്ള പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് മക്കൾ അറിയുന്നില്ല. രണ്ടും ഈക്വലായിട്ട് കൊണ്ടുപോകുന്നില്ല, എല്ലാവർക്കും ഒരുപോലെ കൊണ്ടുപോകണം. അത് നമ്മളെ കൊണ്ട് മാത്രമേ കഴിയൂ. വേറെ ആരും തേച്ചിട്ടില്ല. മനസ്സിലായോ? ഒരുപാട് പറഞ്ഞിരുന്നു. പക്ഷെ നിങ്ങൾ വിചാരിക്കാതെ നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റില്ല. അതെനിക്ക് ഞാൻ വിചാരിച്ച കാര്യമില്ല. ഞാനിവിടെ സംസാരിക്കുന്നു, ഞാൻ പോകുന്നു. പക്ഷെ കേട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. മനസ്സിലായോ? നിങ്ങൾക്കറിയാം നിങ്ങളുടെ മെറിറ്റ്സും ഡിമെറിറ്റ്സും നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ തന്നെ വാല്യൂറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ തന്നെ നിൽക്കാം. ഞാൻ എങ്ങനെയാണ്, എങ്ങനെ ആകണ്ട, എങ്ങനെ ആകണം എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നേ. ആലോചിക്കൂ. Change your life. എനിക്ക് ഇത്രയും കാര്യങ്ങൾ പറയാനുള്ളൂ. ധാരാളമാണ്. അതായത് ഫസ്റ്റ് ഡേ വെറുതെ ചുമ്മാ കുറച്ച് സ്റ്റാറ്റസ് ഒക്കെ ഇട്ട് ആഘോഷിക്കുന്ന കാര്യത്തില്ല. അതെല്ലാം ഫസ്റ്റ് ഡേ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? ഒരുപാട് ഇപ്പൊ നമുക്ക് ചുറ്റും നോക്കൂ, ഒരുപാട് അച്ചീവ്ഡ് ആയ എത്രയോ വുമൻസ് ഉണ്ട്, എത്രയോ വുമൻ ഉണ്ട്. അവരെല്ലാവരും നമ്മൾ കണ്ട് ഹാപ്പി വുമൻസ് ഡേ എന്നല്ല പറയണ്ട. നമ്മുടെ ഇൻഫ്ലുവൻസിംഗ് ആണ്. അവരെവിടെ എത്തി, അവരെങ്ങനെ എത്തി, എല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയവരാണ്. എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ആത്മഹത്യ തന്നെയാണ്. അല്ലാതെ ഒരു സുപ്രഭാതം ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമല്ല. അത് ആർക്കും പറ്റും, വിചാരിച്ചാൽ ആർക്കും പറ്റും, നിങ്ങൾക്ക് പോലും. ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇവിടെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ എന്റെ ലൈഫ് ഞാൻ മാറ്റിയെടുത്തുകൊണ്ടാണ്. എനിക്ക് ധൈര്യമായിട്ട് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുമ്പോ കിട്ടുന്ന ഒരു ധൈര്യം, അതുകൊണ്ട് മുന്നോട്ട് പോകും. അതുകൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്കാക്കി ഇരുന്നതിനല്ല, ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുക. ലൈഫാണ്, അറിയില്ല, നമുക്ക് നാളെ എന്ത് അറിയില്ല. സോ നമുക്ക് ജീവിക്കണം, വാശിയോട് ജീവിക്കണം. നമ്മളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് മറ്റവരുടെ മുന്നിൽ വാശിയോട് കൂടി ജീവിച്ച് കാണിച്ചു കൊടുക്കണം. ഒരു വാശി നിൽക്കണം കേട്ടോ. ഇതെല്ലാം ചുമ്മാ കേട്ടിരുന്നതും കാര്യമില്ല കേട്ടോ. ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മിസ്, ഞാനും ഒറ്റക്ക് യാത്ര ചെയ്യാൻ തുടങ്ങി, കൊല്ലത്തുനിന്ന് കോഴിക്കോട് വരെ. നൈസ് എക്സ്പീരിയൻസ് അല്ലേ? കാരണം നമ്മൾ ഒറ്റക്കാണ്, അപ്പൊ നമുക്ക് യാത്ര ചെയ്തേ പറ്റൂ. ഒറ്റയ്ക്കാണ് എന്ന് ചിന്തിക്കുക, ഒറ്റയ്ക്കാണെന്ന് ഓർത്ത് വിഷമിക്കുക.
ഞാൻ ഒറ്റ കാര്യം എത്ര കാലം ചെയ്തല്ലോ, എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, അതാണ് കാര്യം. പക്ഷെ ഒറ്റയ്ക്ക് പോകുമ്പോ നമ്മൾ എൻജോയ് ചെയ്ത് പോവാണെങ്കിൽ എന്ത് രസമാണ് ലൈഫ്, അല്ലേ? രസമാണ്, ഭയങ്കര രസമാണ്. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമ്മളെ ഹാപ്പി ആക്കി, മനസ്സിലായോ? എല്ലാവരും ഓരോരുത്തരുടെ ഹാപ്പിനെസ് ഉണ്ട്. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒറ്റപ്പെട്ടാലും നമ്മൾ സന്തോഷം കണ്ടെത്തും. കാരണം ആ സന്തോഷം നമ്മുടെ ഉള്ളിലാണ്. വേണ്ടായിരുന്നു ബേബിയൊക്കെ ഒരുപാട് കഴിവില്ല. ഡ്രോയിങ് ചെയ്യുന്നുണ്ട്, ആ കഴിവൊന്നും ആർക്കും കിട്ടില്ല. ബേബിയെ സ്റ്റിച്ച് ചെയ്യും മിസ്സേ. നല്ലൊരു കഴിവല്ലേ, അതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ചെയ്യണുണ്ട്, പുറത്തുനിന്ന് കിട്ടുന്നുണ്ട്. ചെയ്യാനുണ്ട്, ഉഷാറായിട്ട് വരും. നമ്മൾ ഹാപ്പി ആയിരിക്കണം, ആക്റ്റീവ് ആയിട്ടിരിക്കണം, എനർജറ്റിക് ആയിരിക്കണം കേട്ടോ. എന്നെ കൊണ്ട് ഇതിന് പറയാൻ പറ്റില്ല, അത്രയൊക്കെ മതിയില്ലേ? അതുകൊണ്ട് എല്ലാരും ജോലിക്ക് ഇറങ്ങണം. ജോലി തീർച്ചയായിട്ടും മിസ് ഇൻഫന്റ് ജീസസില് ഡാൻസ് മിസ്സിന്റെ പോസ്റ്റ് എന്തായാലും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവിടെ ഡാൻസ് ടീച്ചറായിട്ട് ഒരു വർഷം ഉണ്ടായിരുന്നു. അപ്പൊ അവര് അതിന് അവിടെ എന്തായാലും വേക്കൻസി ഉണ്ട്. മിസ്സിന്റെ ഇതിന്റെ നോക്കട്ടെ എന്ന് പറഞ്ഞു. പ്രീ സ്കൂളിന്റെ വേക്കൻസി ഉണ്ടെങ്കിൽ എന്തായാലും വിളിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ലാംഗ്വേജ് നോക്കണ്ട, ലാംഗ്വേജ് അപ്പൊ ജസ്റ്റ് പയ്യെ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ വുമൻസ് ഡേ കഴിഞ്ഞു. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആരും ചിന്തിക്കൂ, അർച്ചന ആലോചിച്ചിരിക്കുകയാണ്, മാറണം. അത് തന്നെ ചിന്തിക്കുന്ന, മാറാതിരുന്നാൻ പറ്റില്ല. മാറാതിരുന്നാൻ പറ്റില്ല, ഷുവറാണ്. മാറാതിരുന്നാൽ നിൽക്കുക തന്നെയാണ്. നമുക്ക് വേറെ ആർക്കില്ല. നിങ്ങൾ തന്നെ ഒരു ദിവസം ഇരുന്ന് വിഷമിക്കും, ഒരു ദിവസം നിങ്ങൾ റിഗ്രറ്റ് ചെയ്യും, കുറ്റബോധം വരുന്നത്. ആ കുറ്റബോധം വരുത്തരുത് കേട്ടോ. കാരണം നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും തന്നെ നമ്മൾ ഇത്രയും വരുത്തി, അല്ലെ? നമ്മളെ ഹാൻഡിക്യാപ്റ്റഡ് അല്ല, എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിയാണ്, ആലോചിക്കുക, എല്ലാം ഉണ്ട് നമുക്ക്. എന്നിട്ടും നമ്മളൊന്നും അച്ചീവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാ ജനിപ്പിച്ചിട്ടെന്ന് ആലോചിക്കുന്നത്. ഓരോ ജനനത്തിനും അതിൻ്റെതായ ഒരു ഉദ്ദേശം എന്ന് പറയാം, ഒരു കർമ്മമുണ്ട്, അല്ലെ? നമ്മുടെ കർമ്മം എന്താ? ഫുഡ് ഉണ്ടാക്കുന്നു, ഒരിക്കലുമല്ല. നമുക്ക് ചെയ്യാനുണ്ടെന്നേ ചെയ്യും. ഈ 10 മാസം അങ്ങനെ പോകും. ആ കൂടുതൽ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാം. 2 മാസം കൂടി ഉള്ളു മിസ്സേ, ഇനി 2 മാസം കഷ്ടിയുള്ളൂ ഇനി. കഷ്ടിയുള്ളൂ, കണ്ടോ? ഓക്കെ, അപ്പൊ ഇനിയധികം സംസാരിക്കുന്നില്ല, ക്ലാസ്സിൽ പോകണം. എന്റെ കൂടെ ഇരുന്ന് പഠിക്കാം, അതിൽ കൂടുതൽ പഠിക്കാം. നമുക്ക് എന്ത് ഹെൽപ്പാണെങ്കിലും ചോദിക്കാം കേട്ടോ. ഇപ്പൊ ടൈമില്ല, സംസാരിച്ചിരുന്ന സമയം പോണേ അറിയില്ല. ക്ലാസ്സിൽ എത്ര ക്ലാസ്സിലേ പറയും, അതിന് അടുത്ത ക്ലാസ്സിൽ പോകണം. ആഷിത ഉണ്ടാവും. ഹലോ മിസ്, ഗുഡ് ആഫ്റ്റർനൂൺ. താങ്ക് യു മിസ്. ഞാൻ ഇപ്പൊ കേറിയുള്ള ക്ലാസ്സിന് കുറച്ച് വൈകി കയറാന്, കുറച്ചധികം വൈകി. സൈനോട്ട് പറയാൻ വന്നല്ലോ, അത് മതി. സൈനോട്ട് ഞാൻ പറയും. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. ഹാവ് എ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു ഓൾ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. നമ്മൾ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അശ്വതിയോട് പറഞ്ഞെടുക്കും. ഓക്കെ, സോ താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു ഓക്കെ മിസ്.